പക്ഷേ ആശാസമരം ആശാസം പറയുന്നത് ഇന്ന് സർക്കാർ മന്ത്രി വീരാശ് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് സർക്കാരിനൊന്നും ചെയ്യാനില്ല അതിനകത്ത്. കാരണം സർക്കാർ ഒരു പരിഹാര മാർഗം ചെയ്യാവുന്നത് മാനദണ്ഡങ്ങളിൽ ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇനി അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്രം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സമരം നിർത്തുകയോ അല്ലെങ്കിൽ സമരക്കാർ പിരിഞ്ഞു പോകും. അതൊരു അല്ല, സമരക്കാർ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. സമരം നടത്തുന്നതിലൊന്നും ആരും നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ്. പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി CPM നല്ല ധാരണയുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആശാ വർക്കർമാരെ ഉപയോഗിച്ച് SUCയെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും SDPഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാധ്യമം മാത്രമല്ല, പിന്നെ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, മറ്റേ BJP ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതല്ലേ മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. മഴവിൽ സഖ്യമാണ്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പോട്ട് നയിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ സമരം ആവശ്യമുണ്ട്. ആശാവർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ട്. അവിടെ അവർ സമരം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ CITUവിൻ്റെ യൂണിയനാണ്. ഇവിടെയും അതെ. അവർ ഇതിന് മുമ്പും സമരം നടത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് CITU ഉയർത്തുന്ന മുദ്രാവാക്യം ഇവരെ തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ളതും ഇവർക്ക് ശമ്പളം 10-25,000 രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണിതെല്ലാം. അതല്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ ഒന്നാണെന്ന് മാത്രമാണ്. ഏറ്റവും കൂടുതൽ പൈസ ഇവിടെയാണ് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. പറയാനൊക്കെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഓർഡറായിട്ടില്ല ഇതുവരെ. കൊടുക്കുന്നൊക്കെ പറയുന്ന മാത്രമേ, നന്ദ പറയുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 13,200 രൂപ വരെ ലഭിക്കുന്ന ആശാ വർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ്. അതിൻ്റെ ആ കോർട്ട് അവരതാണ്, പന്ത് അവിടെയായുള്ളൂ. അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും, അതുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം.